സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ല സ്വഹാബികളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിച്ചത് 25 കൊല്ലത്തിൽ താഴെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിട്ടുള്ളൂ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണോ സ്വഹാബികളിൽ ഏറ്റവും നോമ്പ് നോറ്റതല്ല. 15 കൊല്ലത്തിൽ താഴെ മാത്രമാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോമ്പ് നോറ്റത്. 60 കൊല്ലം നിസ്കരിച്ച സ്വഹാബികൾ വേറെയുണ്ട്. നന്നായി ചിന്തിക്കണം നിങ്ങൾ. 60 കൊല്ലം നിസ്കരിച്ച സ്വഹാബികൾ വേറെയുണ്ട്. മുസ്ലിമായതിന് ശേഷം അവർ 60 കൊല്ലം ജീവിച്ചവരാണ്. എന്നാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടതിന് ശേഷം 25 കൊല്ലത്തിൽ താഴെ നിസ്കരിച്ചിട്ടുള്ളൂ. നിസ്കാരമാണ് ഒരാളുടെ ഈമാനിന് പവർ നൽകുന്നതെങ്കിൽ ഒന്നാമനാകേണ്ടത് സിദ്ദീഖല്ല, 60 കൊല്ലം നിസ്കരിച്ച സ്വഹാബിയാണ്. ആലോചിക്കുക നിങ്ങൾ. നോമ്പാണ് ഒരാളുടെ ഈമാനിന് പവർ നൽകുന്നതെങ്കിൽ ഒന്നാമനാകേണ്ടത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 40 കൊല്ലം റമദാനിൽ നോമ്പ് നോറ്റ സ്വഹാബികൾ വേറെയുണ്ടവരാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ സിദ്ദീഖിനെ കവച്ചു വെക്കാൻ പറ്റുന്ന ആളില്ലെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖാണ് ഒന്നാമനെന്ന സൂചന കൊടുത്തില്ലേ അല്ലാഹുവിന്റെ ഹബീബ്? രോഗിയായി കിടക്കുമ്പോ മദീന പള്ളിയിലേക്ക് നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കാൻ പോകാൻ കഴിയാതിരുന്നപ്പോഴല്ലേ പറഞ്ഞത്? സ്വഹാബികൾ ആയിഷ ബീവിയോട് പറഞ്ഞത്, ബിലാലിനോട് പറ, അബൂബക്കർ ഫൽയുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ പറ എന്ന്. അബൂബക്കറാണ് സ്വഹാബികളിൽ പുണ്യനബിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇമ്മത്തിലാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് കൊടുത്ത സൂചനയാണ്. എന്തുകൊണ്ട്? നിസ്കാരം കൊണ്ടല്ല. ഇത് നിസ്കാരം ഒഴിവാക്കാനുള്ള പഴുതായി ആരും മനസ്സിലാക്കണ്ടേ. നിസ്കാരം മെമ്പർഷിപ്പാണ്. നിസ്കാരം അടിസ്ഥാനമാണ് നിസ്കാരം. നോമ്പല്ല ഒരാളുടെ ഈമാനിന് ഏറ്റവും പവർ നൽകുന്നത്. സക്കാത്തല്ല, ഹജ്ജല്ല. ഹജ്ജായിരുന്നു ഒരാളുടെ ഈമാനിന് പവർ നൽകുന്നതെങ്കിൽ, ഏറ്റവും കൂടുതൽ പവർ നൽകുന്നതെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും ശ്രേഷ്ഠനാകേണ്ടത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും ഹജ്ജ് ചെയ്ത ആളാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു അല്ലല്ലോ ഒന്നാമൻ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട്? വമാദാക ഇല്ലാ ബിമഹബ്ബതിഹി റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിനോട് സിദ്ദീഖിന് ഖൽബിലുണ്ടായിരുന്ന സ്നേഹമായിരുന്നു അതിന്റെ കാരണമെന്ന് മഹാന്മാർ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരായിരുന്നു സിദ്ദീഖ് എന്നറിയോ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പേര് കേട്ടാൽ കണ്ണിൽ വെള്ളം നിറച്ചു കരയുന്നവരായിരുന്നു സിദ്ദീഖ്. നമുക്ക് വരുന്നുണ്ടോ അങ്ങനെ? നമുക്ക് വരുന്നുണ്ടോ അങ്ങനെ? മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കേട്ടാൽ സിദ്ദീഖ് ഇങ്ങനെ വിതുമ്പി കരയുമായിരുന്നു. ഒരിക്കൽ ഹിജ്റയുടെ 12ാമത്തെ വർഷമാ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലമാണ്. മഹാനവർകൾ ഹജ്ജ് ചെയ്യാൻ മക്കയിൽ വന്നു. ഹജ്ജ് കഴിഞ്ഞിട്ട് വാപ്പയെ കാണാൻ പോയതാണ്. സിദ്ദീഖുൽ അക്ബറിന്റെ വാപ്പയാരാ? അബൂ ഖുഹാഫ. അബൂ ഖുഹാഫ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന കാലത്ത് മുസ്ലിമായ ആളാണ് അബൂ ഖുഹാഫ. അബൂ ഖുഹാഫ മക്കയിലാ ജീവിക്കുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലാണ് ഇസ്ലാമിക ലോകത്തിന്റെ അധിപനാണ്. ഹജ്ജ് കഴിഞ്ഞിട്ട് വാപ്പയെ കാണാൻ ചെന്നതാ. വാപ്പയെ കാണാൻ ചെന്നപ്പോ പ്രിയപ്പെട്ട പിതാവ് വീടിന്റെ സിറ്റ് ഔട്ടിൽ സുഹൃത്തുക്കളോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്താ വീട്ടിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. ചരിത്രം രേഖപ്പെടുത്തുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാപ്പയെ കണ്ടപാടെ ഒട്ടകപ്പുറത്ത് നിന്നൊരൊറ്റ ചാട്ടമാണ് താഴേക്ക്. ഒട്ടകം മുട്ടുകുത്താൻ കാത്തിരുന്നില്ല. വാപ്പയോടുള്ള ബഹുമാനമാണത്. തലമുറയെ നമ്മൾ പഠിക്കേണ്ട പാഠമാണത്. സ്നേഹം സിദ്ദീഖിൽ നിന്ന് പഠിക്കണം, ബഹുമാനം സിദ്ദീഖിൽ നിന്ന് പഠിക്കണം. റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് നിന്നൊരൊറ്റ ചാട്ടമാണ് നിലത്തെ. ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഒട്ടകം മുട്ടുകുത്താൻ കാത്തിരുന്നില്ല. വാപ്പയോടുള്ള ബഹുമാനം ചിന്തിക്കണേങ്ങൾ. ഞാൻ ഏത് കാലത്തായി ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്?
സ്വന്തം ഭാര്യയെ കാറിന്റെ മുമ്പിലിരുത്തിയിട്ട് പാവം ഉമ്മയെ ബേക്കിൽ ഇരുത്തിയിട്ട് യാത്ര ചെയ്യുന്ന യുവതലമുറയുടെ കാലഘട്ടത്തിൽ എന്താ അവരുടെ ഭാഷ്യം? ഉമ്മയെ മുന്നിലിരുത്താൻ പറ്റൂല, ഉമ്മയുടെ മുഖമെല്ലാം ചുക്കി ചുളിഞ്ഞു പോയിട്ടുണ്ട്. എടോ പറയരുത്, നീ അത് പറയല്ലടാ. നിന്റെ ഉമ്മയുടെ സൗന്ദര്യം നശിപ്പിച്ചതാരാ? നീയാണടാ നശിപ്പിച്ചത്. നിന്റെ ഉമ്മയുടെ മുഖം ചുക്കി ചുളിഞ്ഞു പോയത്, സൗന്ദര്യവതിയായ നിന്റെ മാതാവിന്റെ സൗന്ദര്യം പോയത് ആ ഉമ്മയുടെ മാറിടത്തിലിരുന്നിട്ട് ആ ഉമ്മയുടെ ശരീരത്തിലെ ചോരയും നീരും നീ ഊറ്റിക്കുടിച്ചിട്ടാണ്. ആ മാതാവിനെ കുറിച്ചോ പറയാം, മാനാർക്കും മുന്നിലിരുത്തി യാത്ര ചെയ്യാൻ പറ്റൂല ഉമ്മേ. എന്റെ പ്രിയപ്പെട്ടവളെ മുന്നിലിരുത്തി യാത്ര ചെയ്യുന്ന ചെറുപ്പക്കാരാ, പിന്നിലിരിക്കുന്ന പിതാവിന്റെയും മാതാവിന്റെയും ഹൃദയം വിങ്ങിപ്പൊട്ടുന്നുണ്ടടാ. എങ്ങനെ വിങ്ങിപ്പൊട്ടാതിരിക്കൂ? ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഓർക്കുന്നു. എന്റെ പൊയിലൂരിലെ VPA അബൂബക്കർ ഹാജിയെ നിങ്ങൾ പല ആളുകൾക്കും അറിയുമായിരിക്കും. അദ്ദേഹത്തിന് വൈകല്യമുള്ളൊരു മകനുണ്ടായിരുന്നു. എഴുന്നേറ്റിരിക്കാൻ കഴിയൂല, കിടക്ക് മാത്രം ചെയ്യാ, ഇരിക്കൂല, നടക്കൂല, സംസാരിക്കൂല, മരണപ്പെട്ടു പോയി. ഞാൻ VPA പരിചയപ്പെടുന്നത് ആദ്യമായി വയനാട്ടിൽ വെച്ചാണ്. അന്ന് അദ്ദേഹം വയനാട്ടിൽ ഒരു വീട്ടിലാ താമസിക്കുന്നത്. പരിചയപ്പെട്ട് വീട്ടിലേക്ക് കയറി ചെന്ന പാടെ എനിക്ക് പരിചയപ്പെടുത്തിയത് അദ്ദേഹത്തിന് വൈകല്യമില്ലാത്ത മക്കളെയില്ല. അങ്ങനെയുള്ള മക്കളെ ഒന്നും എനിക്ക് പരിചയപ്പെടുത്തിയില്ല. നേരെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി വീട്ടിന്റെ അകത്തളത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് കിടത്തിയിരിക്കുന്ന മകനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇതെന്റെ പൊന്നുമോനാ. എടാ, നിനക്ക് വൈകല്യം ഉണ്ടായിട്ട് നിന്നെ 2ാം നമ്പറായി കണ്ടില്ല നിന്റെ വാപ്പ, നിന്നെ 2ാം നമ്പറായി കാണാൻ കഴിഞ്ഞില്ല നിന്റെ ഉമ്മാക്ക്. വൈകല്യമുണ്ടോ, ന്യൂനതയുള്ള മക്കളാണോ? അവരാ മാതാപിതാക്കളുടെ അടുത്ത് ഒന്നാമൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എനിക്കറിയാം കടവത്തൂരിൽ ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിലെ ആൺമക്കളെല്ലാവരും ഉഷാറാ, പെൺമക്കൾ ഉഷാറാൻ. ഒരുത്തൻ എന്ത് ചെയ്താലും അതിലൊക്കെ പരാജയം. എപ്പോഴും ഈ വാപ്പയും എന്നോട് പറയാറുള്ളത് അവന്റെ കാര്യത്തിൽ ദുആ ചെയ്യണേ എന്നാണ്. എടാ ചെറുപ്പക്കാരാ, നീ ചിന്തിക്കുന്നത് എത്രമാത്രം നിരർത്ഥകമാണ്. ഉമ്മയെ മുമ്പിലിരുത്താൻ പറ്റൂല, വാപ്പയെ മുമ്പിലിരുത്താൻ പറ്റൂല. ഭർത്താവിനെ കുറിച്ച് പെണ്ണിനുള്ള പരാതി, ഭർത്താവ് ഉമ്മയെ പരിഗണിക്കുന്നുവെന്നാണ്. ഉമ്മയെ എപ്പോഴും മുമ്പിലിരുത്തൂല. എടീ പറയല്ലേ, നിന്നെ അതേപോലെ ആക്ഷേപിക്കാനിരിക്കുന്ന ഒരുത്തൻ നിന്റെയും മടിത്തട്ടിലുണ്ട് എന്ന ഓർമ്മ നിനക്ക് വേണം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നേരെ ചാടിയിറങ്ങി അബൂ ഖുഹാഫ തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ അടുത്ത് ചെന്നിട്ട് പിതാവിന്റെ നെറ്റിത്തടത്തിൽ തുരുതുരാ ചുംബനമർപ്പിക്കുകയാണ്. ഉപ്പയോട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് മക്കയുടെ ഗവർണർ ഖലീഫയെ കാണാൻ വരുന്നത്. ഗവർണറുടെ കൂടെ ഉദ്യോഗസ്ഥരുണ്ട്. അവർ വന്നപാടെ പറഞ്ഞു, അസ്സലാമു അലൈക ഖലീഫത റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയെ, അങ്ങേക്ക് സലാം. ഇത് സിദ്ദീഖ് അന്ന് കേട്ട് കഴിഞ്ഞില്ല. സിദ്ദീഖ് വിതുമ്പാൻ തുടങ്ങി, റളിയല്ലാഹു അൻഹു തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. മക്കയുടെ ഗവർണറും ഉദ്യോഗസ്ഥരും ചോദിച്ചു, ഓ ഖലീഫ തങ്ങളെ, ഞങ്ങൾ സലാം പറഞ്ഞതിന് എന്തിനാ അങ്ങ് കരയുന്നത്? അപ്പൊ പറഞ്ഞു, നിങ്ങൾ സലാം പറഞ്ഞിട്ട് കരയില്ല, ഞാൻ നിങ്ങൾ എന്റെ മേൽ സലാം പറഞ്ഞപ്പോ അസ്സലാമു അലൈക ഖലീഫത റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ ഖലീഫ എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്റെ ഹബീബിനെ ഓർമ്മ വന്നു പോയതാണ്, അതുകൊണ്ട് ഞാൻ കരയുകയാണെന്ന് തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ട് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതാണ് സിദ്ദീഖിന്റെ സ്നേഹം, അതാണ് സിദ്ദീഖിന്റെ സ്നേഹം. സ്നേഹം പഠിക്കേണ്ടത് സിദ്ദീഖിൽ നിന്നാണ്. നിങ്ങൾ ചിന്തിക്കണേ, സ്നേഹത്തോളം ഈമാനിന് പവർ നൽകാൻ പറ്റുന്ന മറ്റൊന്നുമില്ല എന്റെ സഹോദരാ, ഒന്നുമില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞാൻ പറഞ്ഞല്ലോ ഏറെ നേരമൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. സയ്യിദുനാ, നമ്മൾ ഇവിടുന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ ഈമാൻ പവറുള്ള ഈമാനാണോ, ടേസ്റ്റ് ഉള്ള ഈമാനാണോ, ടേസ്റ്റ് ഇല്ലാത്ത ഈമാനാണോ?
മുഹമ്മദ് കേവലം നമ്മളെപ്പോലൊരു മനുഷ്യനല്ലാതെ ആരെന്ന് ചോദിക്കുന്നവർ ഈ ഹബീബിനെ സ്നേഹിക്കുകയാണോ ഇകഴ്ത്തുകയാണോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മഹാനവർകൾ ഇങ്ങനെ മറ്റൊരാളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സംസാരത്തിനിടക്ക് പെട്ടെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി വന്നു എന്ന് പറഞ്ഞാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചായി പിന്നെ സംസാരം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി പോയതാണ്. മഹാനവരകളെ കുറിച്ചായി സംസാരം. സിദ്ദീഖുൽ അക്ബറിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു തന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളോട് പറയാ, സിദ്ദീഖിന്റെ ഒരു രാവിനോട് ഉമറിന്റെ ജീവിതത്തിലെ മുഴുവൻ രാവുകളും തുലനം ചെയ്താലും സിദ്ദീഖിന്റെ ഒരു രാവിനോട് ഉമറിന്റെ മുഴുവൻ രാവുകളും കിടപിടിക്കൂല. സിദ്ദീഖിന്റെ ഒരു പകലിനോട്, ശ്രദ്ധിക്കണത് ആര് പറയണതാ? ഞാൻ പറയുന്നതല്ല, ഏതെങ്കിലും ആലിം പറയുന്നതല്ല. ഈമാനിന്റെ ആഴമറിഞ്ഞ സ്വഹാബികൾ അല്ലാഹുവിന്റെ ഹബീബ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞതെന്താ? എന്റെ ഉമർ സ്വർഗ്ഗത്തിലാണ്, മാത്രമല്ല എന്റെ ഉമറിന്റെ നാവിലൂടെ അല്ലാഹു തആല ഒരുപാട് സത്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമർ റളിയല്ലാഹു അൻഹു തന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനോട് പറയാം, ഉമറിന്റെ മുഴുവൻ രാവുകളും സിദ്ദീഖിന്റെ ഒരു രാവിനോട് കിടപിടിക്കാനില്ല. ഉമറിന്റെ ജീവിതത്തിലെ മുഴുവൻ പകലുകളും ഉമർ സിദ്ദീഖിന്റെ ജീവിതത്തിലെ ഒരു പകലിനോട് കിടപിടിക്കൂല എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത് കേട്ടപ്പോൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾ അമ്പരപ്പോടെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു? ഞാൻ പറഞ്ഞത് എന്റെ ജീവിതത്തിലെ ഉമറിന്റെ ജീവിതത്തിലെ മുഴുവൻ രാവുകളും സിദ്ദീഖിന്റെ ഒരു രാവും വെച്ചാൽ ഉമറിന്റെ ജീവിതത്തിലെ മുഴുവൻ രാവുകളെയും മറികടക്കുന്നത് സിദ്ദീഖിന്റെ ജീവിതത്തിലെ ഒരു രാവാണ്. ഉമറിന്റെ ജീവിതത്തിലെ മുഴുവൻ പകലുകളും ഒരു സ്ഥലത്ത് വച്ചു, സിദ്ദീഖിന്റെ ഒരു പകലും അടുത്തു വച്ചാൽ ഉമറിന്റെ പകലുകളെ മറികടക്കുന്ന പകലാ സിദ്ദീഖിന്റെ പകൽ എന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നിട്ട് പറയാം, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ് ഈ സഹോദരന്, സഹോദരാ, സിദ്ദീഖിന്റെ ഒരു രാവുണ്ട്, ആ രാവിനോട് ഒന്നും കിടപിടിക്കില്ല. ഏതാണ് ആ രാവ്? പരിശുദ്ധമായ ഖുർആൻ എടുത്തു പറഞ്ഞ രാവാൻ. ഇദ്ഹുമാ ഫിൽ ഗാർ, അത്രയേ ഖുർആൻ പറഞ്ഞുള്ളൂ. ഇദ്ഹുമാ ഫിൽ ഗാർ. നബിയും സിദ്ദീഖും ആ ഗുഹയുടെ അകത്തുണ്ടായിരുന്ന സമയം ഒന്ന് ഓർത്തു നോക്കൂ എന്ന് അല്ലാഹു തആല പറയാൻ. ലോകത്തെ അവസാനത്തെ മുഅ്മിനും പഠിക്കണം അവിടെ സ്നേഹം പഠിക്കേണ്ടത് സിദ്ദീഖിൽ നിന്ന് റളിയല്ലാഹു അൻഹു. ഇദ്ഹുമാ ഫിൽ ഗാർ, അവർ രണ്ടുപേരും ഗുഹക്കകത്തുണ്ടായിരുന്ന സമയമെന്ന പരിശുദ്ധ ഖുർആൻ. ആ സംഭവം, ആ ദിനം, ആ രാവ്, ഇതൊന്ന് ഓർത്തു നോക്കാൻ അല്ലാഹു തആല പറയാൻ. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഈ സ്വഹാബിയോട്, ഈ സഹോദരനോട് പറയാണ്, സഹോദരാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലെ ആ രാവിനോട് കിടപിടിക്കാൻ പറ്റുന്ന രാവില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കൾക്കിടയിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടു. നേരെ സിദ്ദീഖുൽ അക്ബറിന്റെ വീട്ടിലേക്ക് പോയി. അർദ്ധരാത്രിയിലാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന് മുട്ടി വാതിൽ തുറക്കപ്പെടുകയാണ്. സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹാ രംഗം വിശദീകരിക്കാൻ. ആയിഷ ബീവി പറയാൻ, എന്റെ പിതാവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധിക ദിവസവും സിദ്ദീഖുൽ അക്ബറിന്റെ വീട്ടിൽ വരാറുണ്ട്. എന്റെ വീട്ടിൽ വരാറുണ്ട്, ഉപ്പയുടെ വീട്ടിൽ വരാറുണ്ട്. പക്ഷെ ഒന്നുകിൽ രാവിലെയാ വരാ, അല്ലെങ്കിൽ വൈകുന്നേരമാ വരാ. രാത്രി അല്ലാഹുവിന്റെ ഹബീബ് ഞങ്ങളുടെ വീട്ടിൽ വരാറില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. അല്ലേ, ചങ്കിന്റെ വീട്ടിൽ പോയിരിക്കും പാതിര വരെ. ചങ്കുകളുടെ വീട്ടിൽ പാതിര വരെ പോയിരിക്കാറില്ലേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ലേ അത്. ആയിഷ ബീവി പറയാ, ഏത് ആയിഷയെ പറഞ്ഞറിയോ? റളിയല്ലാഹു അൻഹ ഹിജ്റയുടെ 2 കൊല്ലം മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് ആയിഷ ബീവിയെ നിക്കാഹ് ചെയ്തിട്ടുണ്ട്.
ആയിഷ ബീവി പറയുന്നിട്ട് പോലും രാത്രി വരാറില്ല. പകലിലെ റസൂലുള്ള വരാറുണ്ടായിരുന്നല്ലോ. രാത്രി വന്നത് ഹിജ്റയുടെ രാവാണ്. സിദ്ദീഖുൽ അക്ബർ വാതിൽ തുറന്നു കൊടുത്തു. പുണ്യനബി വീടിന്റെ അകത്തേക്ക് കയറി റൂമിന്റെ അകത്തേക്ക് കൊണ്ടുപോയി റസൂലുള്ളാനെ. റൂമിലെത്തിയപ്പോ റസൂലുള്ള പറഞ്ഞു സിദ്ദീഖ് തങ്ങളോട്, ഈ റൂമിലുള്ള കുട്ടികളെ അടുത്ത റൂമിലേക്ക് മാറ്റൂ എന്ന്. ഉപ്പ പറഞ്ഞു റസൂലുള്ളാനോട്, യാ റസൂലല്ലാഹ്, അതൊന്ന് ആയിഷയാ നബിയേ, മറ്റൊന്ന് ആയിഷയുടെ അനുജത്തി അസ്മയാ നബിയേ, രണ്ട് കുട്ടികളല്ലേ യാ റസൂലല്ലാഹ്, അങ്ങേക്ക് മാറ്റണമെന്നാണെങ്കിൽ ഞാൻ മാറ്റാം, ഇല്ലെങ്കിൽ അവരെവിടെ ഇരുന്നോട്ടെ, അങ്ങയുടെ സമ്മതപ്രകാരം ചെയ്യാം. അപ്പൊ റസൂലുള്ള പറഞ്ഞു എന്നാൽ അവിടെ നിൽക്കട്ടെ എന്ന്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു സിദ്ദീഖ് തങ്ങളെ, മദീനയിലേക്ക് പലായനം ചെയ്യാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്, അങ്ങ് എന്റെ കൂടെ പോരണം എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞു. ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹു എന്റെ പേര് പറഞ്ഞോ നബിയേ? റസൂലുള്ള പറഞ്ഞു അതെ. അപ്പോഴേ ആ സിദ്ദീഖ് വിതുമ്പി കരയുകയാണ്.